ഹായ് ഡിയേഴ്സ്, ഈ തംബ്നെയിൽ കണ്ട് ഈ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഒരുപാട് താല്പര്യമുള്ള ആളുകളായിരിക്കും. പക്ഷേ അതെങ്ങനെ പഠിക്കണം അല്ലെ എന്ത് ചെയ്യണം എന്നറിയില്ലാത്ത കുറച്ച് ആളുകളായിരിക്കും അല്ലേ. അപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരാളായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് തന്നെ ആദ്യം ഒന്ന് പറയട്ടെ. ഞാനൊരു ഇംഗ്ലീഷ് ട്യൂട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളോ അല്ല. അപ്പോൾ എനിക്ക് ഹെൽപ്ഫുള്ളായ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റം വരുത്തിയ എന്തുകൊണ്ടാണ് എനിക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ ആ ഒരു അവസരം ഉണ്ടാക്കി തന്നത്, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റിയെന്ന് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, ഞാനൊരു ഇംഗ്ലീഷ് മീഡിയത്തിലൊന്നും പഠിച്ച ഒരാളല്ല. ബേസിക് ആയിട്ടുള്ള മലയാളം മീഡിയത്തിൽ ഗവൺമെൻറ് സ്കൂളിൽ തന്നെ, പിന്നീട് വേറൊരു സ്കൂളിലേക്ക് മാറി. ആ സമയത്തും മലയാളം മീഡിയത്തിൽ തന്നെ പഠിച്ച ഒരാളാണ് ഞാൻ. ഇംഗ്ലീഷിലേക്ക് പഠിക്കാൻ തുടങ്ങുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാൻ തുടങ്ങുന്നത് +1 പഠിക്കുമ്പോൾ തൊട്ടാണ്. ആ ഒരു സമയത്താണ് നമുക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് പുസ്തകങ്ങളിലേക്ക് എല്ലാവരും മാറ്റം വന്നത്. പക്ഷേ ഞാൻ നേരത്തെ തൊട്ട് തന്നെ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളായിരുന്നു. പിന്നെ ഞാൻ ആദ്യമേ ഒരു കാര്യം ഡിക്ലെയർ ചെയ്യാം. ഇതൊരു ഇംഗ്ലീഷിനെ പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു കാര്യമൊന്നുമല്ല. ഇംഗ്ലീഷ് ഈസ് ജസ്റ്റ് എ ലാംഗ്വേജ് അല്ലെ. ബാക്കിയുള്ള എല്ലാ ലാംഗ്വേജിനെ പോലെ തന്നെ ഇംഗ്ലീഷും ഒരു ഭാഷയാണ്. നമ്മുടെ മലയാളം, തമിഴ്, തെലുങ്ക് അതുപോലെ തന്നെ ഒരു ഭാഷയാണ്. പക്ഷേ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് ഗുണങ്ങളുണ്ട്. ഞാൻ മെയിനായിട്ട് കണ്ടൊരു ഗുണം, നമുക്ക് ഇൻ്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ ലാംഗ്വേജിൽ ഇൻ്റർവ്യൂ നടക്കണം എന്ന് നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു സ്റ്റേറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നമുക്ക് ആരോടെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അറിയുന്ന ആരെങ്കിലും കാണും. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ഈസിയാണ്. സോ ഈ ഒരു കാര്യമൊക്കെയാണ് എനിക്ക് ഇതിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവന്നതെന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ഈ ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ചതുകൊണ്ട് എനിക്കെപ്പോഴും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് ഞാൻ അവരുടെ പുസ്തകങ്ങൾ വാങ്ങിച്ചത്, നമ്മളുടെ ബേസിക് ആയിട്ടുള്ള സയൻസ് ഒക്കെ പുസ്തകങ്ങളുണ്ടല്ലോ, അതിൽ വാങ്ങിച്ചിട്ട് നമ്മളുടെ മലയാളം വേർഡ്സിന് പകരമുള്ള ഇംഗ്ലീഷ് വേർഡ്സൊക്കെ ഞാൻ പഠിച്ചു വയ്ക്കുമായിരുന്നു. അപ്പോൾ അതെനിക്ക് +1 ഭയങ്കര ഹെൽപ്ഫുള്ളായി. കാരണം സയൻസൊക്കെ പഠിക്കുമ്പോൾ അതിന് മലയാളത്തിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ് ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ പഠിക്കുന്നതെന്ന് എനിക്ക് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇംഗ്ലീഷിലേക്ക് പക്ഷേ അതെന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒരു മനസ്സിലാക്കൽ മാത്രമായിരുന്നു. സ്പീക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അത് സംതിങ് ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ അത് വരുമ്പോഴത്തേക്കായിരുന്നു ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ ജേണി തുടങ്ങിയെന്ന് പറയുന്നത് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു ക്ലാസ് വന്നപ്പോഴത്തേക്ക് നമുക്ക് സംസാരിക്കാനായിട്ടൊന്നുമില്ല. കാരണം സംസാരിക്കാൻ അറിയില്ല. മറ്റുള്ളവർ എല്ലാവരും സംസാരിക്കുമ്പോൾ പല ക്ലാസ്സുകളിൽ നിന്നൊക്കെ പല മീഡിയംസിലൊക്കെ പഠിച്ച കുട്ടികൾ, ഇംഗ്ലീഷ്, ICSE, CBSE ഒക്കെ പഠിച്ച കുട്ടികൾ വരുമ്പോൾ നമുക്ക് സംസാരിക്കാൻ അറിയില്ല. അതൊരു ഇഷ്യൂ ആയിരുന്നു. പക്ഷേ എൻ്റെ കയ്യിലുള്ള ഇംഗ്ലീഷ് വെച്ചിട്ട് ഞാൻ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിച്ചു വന്ന ആ ഒരു ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് തെറ്റാണ് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞിപ്പോൾ ഒരു മലയാളിയായ ഒരു കുട്ടി, അല്ലെങ്കിൽ കേരളത്തിൽ ജനിച്ചു വന്ന ഒരു കുട്ടി, അവർ ഈ നാട്ടിൽ ജനിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഒരു ഭാഷ പഠിക്കുന്നത്? മലയാളം നമ്മളൊക്കെ എങ്ങനെയാണ് പഠിച്ചത്? മലയാളം നമ്മളൊക്കെ പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കേൾക്കുകയായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ അത് ശ്രദ്ധിക്കുന്നു. നമ്മുടെ അമ്മ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നു. അതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ വാക്കുകൾ പറഞ്ഞു തുടങ്ങുന്നു. ആ വാക്കുകളിൽ കൂടി അത് വലിയ വാക്കുകളാകുന്നു. അതിന് ശേഷമാണ് നമ്മൾ എഴുതാൻ തുടങ്ങുന്നത്. പക്ഷേ നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് പഠിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്നാ സംഭവിക്കുന്നതെന്ന് നോക്കിയേ. നമ്മൾ ഫസ്റ്റ് എഴുതുവാണ് ABCD അങ്ങനെ എഴുതുകയാണ് അല്ലേ. അത് തന്നെ ഒരു തെറ്റായിട്ടുള്ള മെത്തേഡാണ്. അപ്പം അത് എനിക്ക് മനസ്സിലായപ്പോഴാണ് എൻ്റെ ഇംഗ്ലീഷ് കുറച്ചെങ്കിലും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഭയങ്കര ഫ്ലുവൻസിൽ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര അമേരിക്കക്കാരിയാണ് എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരാൾക്ക് എങ്ങനെ ഇമ്പ്രൂവ്ഡ് ആവാം എന്ന് മാത്രമാണ് പറയുന്നത്. സോ എൻ്റെ ഫസ്റ്റ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇംഗ്ലീഷ് മാക്സിമം കേൾക്കാൻ നോക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇംഗ്ലീഷ് കേൾക്കാൻ നോക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ ചെയ്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മൂവീസ് കാണുക എന്നുള്ളതായിരുന്നു. എനിക്ക് ആദ്യം ഇംഗ്ലീഷ് മൂവീസ് കാണുമ്പോഴത്തേക്ക് ഒന്നും മനസ്സിലാവത്തില്ല. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ആക്സെൻറ്റ് മനസ്സിലാവുന്നില്ല. കാരണം നമ്മളുടെ ബ്രിട്ടീഷ് ആക്സെൻ്റ് ആയിരിക്കത്തില്ല മറ്റുള്ള പല മൂവികളിലും. നമ്മൾ ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ആക്സെൻ്റ് ആയിരിക്കുമല്ലോ, നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണല്ലോ. സോ ആ ഒരു രീതിയിലാണല്ലോ. കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും, ചില വാക്കുകളൊന്നും മനസ്സിലാവില്ല, ഒന്നിൻ്റെ അർത്ഥം അറിയില്ല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെയ്തതെന്ന് പറയുന്നത്, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖല ഞാൻ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്.
ഇപ്പോൾ ഫിലിംസ് കാണുമ്പോൾ എന്ന് പറയുമ്പം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖല നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് ബോറടിക്കത്തില്ല. അല്ലെങ്കിൽ 1-2 പടം കണ്ടു കഴിയുമ്പോൾ അയ്യോ നമുക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടിട്ട് പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. സോ ഫസ്റ്റ് തിങ് ഈസ് ഞാൻ എൻ്റെ നീഷ് കണ്ടുപിടിച്ചു. അതായത് എനിക്കെന്ന് പറഞ്ഞാൽ കാർട്ടൂൺ ഫിലിംസ് അതുപോലെ തന്നെ ഈ അനിമൽ റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകളെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫൈൻഡിങ് ദി നീമോ അറിയത്തില്ല ആ സിനിമയൊക്കെ, ഓക്കെ, അതുപോലെ കരാട്ടെ കിഡ്, റൈസ് ഓഫ് ദ പ്ലാനറ്റ് ഓഫ് എയ്പ്സ്, അങ്ങനെയുള്ള സിനിമകൾ, സബ് ടൈറ്റിൽസ് ഉള്ള സിനിമകൾ ഞാൻ കാണാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലാക്കും, ഐസേജ് ഒക്കെ ആണെങ്കിലും സബ് ടൈറ്റിൽസ് വരും. അപ്പം ഞാനിത് കണ്ടു വായിക്കും, മനസ്സിലാക്കും. അങ്ങനെയായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. ഇത് കുറച്ച് നാളിങ്ങനെ തുടർന്നു കേട്ടോ. അതായത് എനിക്ക് സബ് ടൈറ്റിൽ കാണാതെ വായിക്കാതെ എനിക്കിത് മനസ്സിലാവാൻ തുടങ്ങിയ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക്, അപ്പോഴാണ് എനിക്കിത് മനസ്സിലാവാൻ തുടങ്ങിയെന്നുള്ള കാര്യം എനിക്ക് തന്നെ മനസ്സിലായി. പിന്നെ ഞാൻ മൂവ് ചെയ്ത് ടെക്സ്റ്റ് ടോക്കിലേക്കാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസൊക്കെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം നമുക്കിതൊക്കെ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ടെക്സ്റ്റ് ടോക്കിലേക്ക് മൂവ് ചെയ്തപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെയും മനസ്സിലാവാതെ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ജോഷ് ടോക്ക് ഒക്കെ പോലെ ടെക്സ്റ്റ് ടോക്കിൽ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാവും. അപ്പോൾ അവരുടെ ആക്സെൻറ്റിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. പ്രൊനൗൺസിയേഷനൊക്കെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പം ഞാൻ പിന്നെ ഒരു വ്യക്തിയിലേക്ക് അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്തു. അതായത് അലീന റൈസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്ന് എനിക്ക് കുറച്ച് ടിപ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പീഡിൽ സംസാരിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കുറച്ച് പതുക്കെ തന്നെ സംസാരിക്കും. കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മറ്റൊരു ലാംഗ്വേജാണ്, നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു ഇത്, നമ്മുടെ മദർ ടങ് പോലെയല്ല. അപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മദർ ടങ്ങിൽ ചിന്തിക്കാൻ തുടങ്ങും. അതിന് ശേഷം നമ്മളത് വേറൊരു ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും, ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ സമയത്തൊരു ടൈം ഗ്യാപ്പ് വരുന്നുണ്ട്. സോ ഫസ്റ്റ് തിങ് ഈസ് നമ്മൾ തിങ്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇംഗ്ലീഷിലേക്ക് മാറാൻ നോക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സംസാരിക്കാനായിട്ട് പറ്റും. നമുക്ക് മലയാളം കൊണ്ടുവന്നു പിന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നതിന് പകരം ഇംഗ്ലീഷിൽ നേരിട്ട് തിങ്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആവാനായിട്ട് പറ്റും. ഇപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഞാൻ കേൾക്കാനായിട്ട് ശ്രമിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. സിനിമകൾ കണ്ടു, സബ് ടൈറ്റിലുള്ളത്, അത് കുറച്ചുകൂടെ ഈസി ആയപ്പോഴത്തേക്ക് ഞാൻ ഓരോ വ്യക്തികളിലേക്ക്, അപ്പം നമ്മൾ പല പല വ്യക്തികളിലേക്ക് പോകാതെ ഒരാളിലേക്ക് ചുരുങ്ങുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു രീതിയും അവരുടെ ടിപ്സും ഒക്കെ നമുക്ക് മനസ്സിലായി. ഇപ്പം ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ പലരെ പഠിപ്പിച്ചാൽ നമുക്ക് പല രീതിയിലല്ല മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞതുപോലെ ഒരാൾ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ബെനിഫിറ്റ് ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ അപ്പം ഞാൻ കൂടുതൽ ഞാനത് കേട്ടു. അതിനുശേഷം എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ തുടങ്ങുന്നൊരു സ്റ്റേജിലേക്ക് ഞാൻ എത്തി. അതിനുശേഷം വരുന്ന എന്താണ്, എനിക്ക് പതിയെ പറഞ്ഞു തുടങ്ങണം അല്ലേ. പതിയെ പറഞ്ഞു തുടങ്ങണമെങ്കിൽ എനിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലാംഗ്വേജ് ആണെങ്കിലും ശരി, എന്തൊരു കഴിവാണെങ്കിലും ശരി, യൂസ് ചെയ്തില്ലെങ്കിൽ അത് പോകും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് സംസാരിക്കാനായിട്ട് ആരുമില്ല. അപ്പം മിക്കവർക്കും ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് സംസാരിക്കും. അപ്പോൾ എനിക്ക് മാത്രമല്ല, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ഒരാളോട് സംസാരിക്കാനും മടിയാണ്. കാരണം അവരെന്ത് വിചാരിക്കും എന്നൊക്കെ ഉള്ളൊരു ഇതെനിക്കുണ്ട്. അപ്പം ആ ഒരു പ്രശ്നം കാരണം ഇപ്പം ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ട് വന്ന നന്നായിട്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി സംസാരിക്കുന്ന ഒരാളോട് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊരു മടിയൊക്കെ ആയിരുന്നു ആദ്യമേ. പക്ഷേ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണാടി ഉണ്ടല്ലോ, കണ്ണാടി മിറർ, അതിന് മുന്നിലേക്ക് പോയി നിന്നിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. ഫസ്റ്റിൽ ഞാൻ തുടങ്ങിയ സെൽഫ് ഇൻട്രൊഡക്ഷനെ കുറിച്ചാണ്. നമുക്ക് എങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാം? കുറേ നാൾ അത് തന്നെയായിരുന്നു. കാരണം നമുക്ക് പല രീതിയിൽ വെറൈറ്റി രീതികളിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു രീതിയൊക്കെ ചുമ്മാ പതിയെ എങ്ങനെ, അപ്പം യൂട്യൂബിൽ തന്നെ പല വീഡിയോസ് കണ്ടു എങ്ങനെ പുതുതായിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാം എന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ മനസ്സിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പറയാൻ പറ്റും. പക്ഷേ നമ്മൾ വെൻ വി സ്പീക്ക് നമുക്കത് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് നമുക്കത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് നെർവസ് ആയി പോകുന്നൊരു സിറ്റുവേഷനും കൂടിയായിരിക്കും. എനിക്ക് അങ്ങനെയായിരുന്നു, എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. കുറച്ചുകൂടി നെർവസ് ആയി പോകുന്നൊരു സിറ്റുവേഷനായിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ തന്നെ സംസാരിക്കാൻ നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ബുദ്ധിമുട്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഞാൻ എന്താണ് പറയുക, കുറച്ച് കഷ്ടപ്പെട്ടാണ് ഓവർകം ചെയ്തതെന്ന് പറയാം. അപ്പോൾ അതിന് എന്നെ ഏറ്റവും സഹായിച്ച ഒരു കാര്യമാണ് ഈ മിറർ എന്ന് പറയുന്നത്. കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് എനിക്ക് ഓഡിബിൾ ആയിട്ടുള്ള രീതിയിൽ, എനിക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ സംസാരിച്ച് തുടങ്ങി എന്നുള്ളതാണ്. ഞാനിങ്ങനെ സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ഡിഫറൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഒന്നാമത്തെ ദിവസം സംസാരിച്ച പോലെയല്ല ഞാൻ 5-ാമത്തെ ദിവസം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരേ ടോപ്പിക് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നീട് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി ഓരോ ടോപ്പിക്കുകൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. ഇതെല്ലാം തന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ, എനിക്ക് പറ്റുന്ന വെക്കാബുലറിയിൽ ഞാൻ പറഞ്ഞു തുടങ്ങി. മാത്രമല്ല, ഇനി ആദ്യം പറഞ്ഞ പ്രോസസ്സുകൾ, ഈ കേൾക്കുന്ന കാര്യവും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം
പുതിയ പുതിയ സിനിമകൾ കാണുക, അല്ലെ പുതിയ പുതിയ വേർഡ്സ് നമ്മളിലേക്ക് വരികയാണ്. വൊക്കാബുലറി നമ്മളുടെ കൂട്ടണം. ഇപ്പോൾ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഡിക്ഷണറി ഇരുന്നിട്ട് ഓരോ ദിവസം 10 വേർഡ്സ് വെച്ച് പഠിച്ചിട്ട് ഞാൻ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല. കാരണം നമ്മൾ ഒരു കാര്യം നമ്മൾ പഠിച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കതിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുന്നത്. അല്ലാതെ നമ്മളത് എന്താ പറയുക, പഠിച്ചു കുറേ വാക്കുകൾ പഠിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് അത് എവിടെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാതെ അത് അങ്ങനെ പഠിച്ചിട്ട് എന്താ കാര്യം എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെയായിരുന്നു. ഞാൻ ഈ പറയുന്നത് പോലെ സിനിമകൾ കാണും, അതിൽ എനിക്ക് പല വാക്കുകൾ എനിക്ക് അറിയാൻ വയ്യായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ മീനിങ്ങുകൾ ഞാൻ ചിലപ്പോൾ സിറ്റുവേഷൻ വെച്ച് എനിക്ക് അതിൻ്റെ മീനിങ് മനസ്സിലാവുന്ന കാര്യങ്ങളുണ്ടാവും. അല്ലാത്തത് ഞാൻ ചിലപ്പോൾ ഒന്ന് കോട്ട് ചെയ്തിടും. ഒരു 5-6 വാക്കേ ഒരു സിനിമ കാണുമ്പോൾ കോട്ട് ചെയ്തിടുള്ളൂ. അത് വന്നിട്ട് പിന്നെ നോക്കും എന്താണെന്ന്. സോ അങ്ങനെയൊക്കെ ഞാൻ ആ ഒരു രീതിയും ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ കൂടെ ഞാനിങ്ങനെ എന്നോട് തന്നെ സംസാരിക്കാനും തുടങ്ങി. അപ്പം എനിക്ക് തന്നെ മനസ്സിലാവാൻ തുടങ്ങി, എനിക്ക് സ്പീക്കിംഗ് സ്കിൽസ് കൂടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. സോ ഞാൻ മദർ ടങ്, എൻ്റെ മലയാളം പഠിച്ചതുപോലെ തന്നെയാണ് ഞാൻ ഇംഗ്ലീഷും പഠിച്ചത്. ആ ഒരു രീതിയിലാണ് പഠിക്കേണ്ടത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് എൻ്റെ ലാംഗ്വേജ് കുറച്ചെങ്കിലും എനിക്ക് ഇമ്പ്രൂവ് ആക്കാൻ പറ്റിയത്. സ്റ്റിൽ ഐ എം ഗ്രോയിങ്. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, സ്റ്റിൽ ഐ എം ലേണിങ്. അപ്പം ഞാൻ അതൊന്നും നിർത്തിയിട്ടില്ല. കാരണം ഏതൊരു കാര്യമാണെന്ന് പറഞ്ഞാലും നമ്മളത് കുറച്ച് യൂസ് ചെയ്തിട്ട് നമ്മളത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യമില്ല. സോ അപ്പം അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പം എൻ്റെ ഒരു ഇംഗ്ലീഷ് ലേണിംഗ് ഒരു രീതി ഇങ്ങനെ ആയിരുന്നു. പിന്നെ ഞാൻ ഇംഗ്ലീഷ് ബുക്സ് റീഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഞാൻ ഒരുപാട് സെൽഫ് ഹെൽപ്പിംഗ് ബുക്സ് വായിക്കുന്ന ഒരാളാണ്. ലൈക്ക് എന്താണ് നമ്മുടെ ലൈഫിനെ എങ്ങനെ മാറ്റാം. ഇപ്പോൾ നോവൽസ് ഒന്നും ഞാനങ്ങനെ ഫിക്ഷൻസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും വായിക്കാറില്ല. സിനിമകൾ ചിലപ്പം അങ്ങനത്തെയൊക്കെ കാണാറുണ്ട്, അല്ലാതെ ഇങ്ങനത്തെ ഇല്ല. ബിക്കോസ് എനിക്ക് ഇപ്പോൾ ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ടൈം എനിക്ക് ഇമ്പ്രൂവ്ഡ് ആവാൻ പറ്റുന്നതായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. സോ എനിക്ക് കുറേ സെൽഫ് ഹെൽപ്പിംഗ് ബുക്സ് എനിക്കുണ്ട്, അതൊക്കെ ഞാൻ വായിക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദ മിറാക്കിൾ മോർണിംഗ്, ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്, അങ്ങനെയുള്ള ബുക്സ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയ ബുക്സാണ് ഇതൊക്കെ. എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ബുക്ക് എന്ന് പറയുന്ന ഒരു ചിൽഡ്രൻ ബുക്കായിരുന്നു, ലൈക്ക് ദ ബ്ലൂ അംബ്രല്ല. എനിക്ക് തോന്നുന്നു ആ ഒരു ബുക്കാണ് ഞാൻ വായിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. സോ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഞാൻ തുടങ്ങിയത് കൊണ്ട് മാത്രമാണ് സ്റ്റിൽ ഐ ആം ലേണിംഗ്. അല്ലെങ്കിൽ എനിക്ക് ഞാൻ വഴിയിൽ ഇത് ഉപേക്ഷിച്ച് പോയേനെ. അപ്പം നമ്മുടെ ഒരു നീഷ് മനസ്സിലാക്കി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് ലാംഗ്വേജ് പഠിക്കാൻ ശ്രമിച്ചാലും നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ഒന്ന് പഠിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഒത്തിരി ഇമ്പ്രൂവ്ഡ് ആകാൻ പറ്റും. ഇപ്പം നമ്മളാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഇഷ്ടമുള്ള സ്റ്റാർ അല്ലു അർജുൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു സിനിമ കാണാൻ വേണ്ടി ഇരിക്കുന്നു. അത് കാണാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് ഒരു പ്രശ്നമാണ് അവിടെ. അല്ല, ഇപ്പം നമ്മൾ തെലുങ്കു പഠിച്ച ഒരാളോ ഒന്നും അല്ല, പക്ഷെ നമ്മൾ സ്റ്റിൽ വി ആർ ലേണിംഗ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെ എനിക്കിന്ന് പറയാനായിട്ടുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.